ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ബാക്ക് ടു സഞ്ജൂസ് വേൾഡ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുരിങ്ങക്കായകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ പീസുകളാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഇതുപോലത്തെ നയറുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഒരു പോർഷൻസ് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങനെ വലിച്ചു കളയാൻ എളുപ്പത്തിൽ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1-2 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങക്കായ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങക്കായ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്ക്. അതുകൊണ്ടാണ് ആദ്യമേ കുറച്ച് നേരം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ബ്രൗൺ കളർ ആവുന്നവരെ കാത്തു നിൽക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ കളറൊന്ന് മാറ്റി വരുമ്പോഴേക്കും നമുക്കിതിങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ബാലൻസ് വരുന്ന ആ ഒരു എണ്ണയിൽ തന്നെ 1/2 സ്പൂൺ അളവിൽ കടുകൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 1/2 സ്പൂൺ അളവിൽ ജീരകം കൂടി ചേർക്കാം. ജീരകം പെരിഞ്ചീരകമോ നല്ല ജീരകമോ ഏതാണെന്ന് ഇഷ്ടമെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഒരു 3 പച്ചമുളക് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഒരു മീഡിയം സൈസ് സവാള അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടെന്നാണെങ്കിൽ ആ കുഞ്ഞുള്ളി വെച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരല്പം പുളിയാണ്. ഒരു കുഞ്ഞു നെല്ലിക്കയുടെ അളവിലുള്ള പുളി അതൊന്ന് ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഞാൻ നമ്മുടെ ഉള്ളിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചൊരു വലിയ സ്പൂണിലാണ്. ചെറിയ സ്പൂണാണെങ്കിൽ 2 സ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ആവശ്യമായിട്ടുള്ളത്. തക്കാളി നമുക്ക് അരച്ചിട്ട് ചേർക്കുകയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് പീസുകളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു 2 നുള്ള അളവിൽ കായം കൂടി ഒന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേങ്കിൽ നമ്മൾ കായം കൂടി ഇതിലേക്ക് ചേർക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ കറിക്ക്. ഇനി നിങ്ങളുടെ കയ്യിൽ കായം ഇല്ലയെന്നാണെങ്കിൽ ഒരല്പം 1 സ്പൂൺ അളവിലൊക്കെ സാമ്പാർ പൊടി ചേർത്താലും നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം പുളി കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. പുളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിക്ക് തന്നെ ഒരല്പം പുളി ഉണ്ട്. എന്നാലും ഒരല്പം കൂടി പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരല്പം പുളി അതിങ്ങനെ ഒന്ന് വെള്ളമായിട്ട് ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കറി വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.